ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും ഓശാന തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവം ആശംസിക്കുന്നു. ദുഃഖവെള്ളിക്കും ഉയിർപ്പ് ഞായറിനും തൊട്ടു മുൻപുള്ള ഞായറാഴ്ചയാണ് നമ്മൾ ഓശാന തിരുനാളായി ആഘോഷിക്കുന്നത്. കുഞ്ഞുനാളിലെ ഓശാന ഓർമ്മയിൽ വരികയാണ്. എത്രയെത്ര തിക്കും തിരക്കുകളുടെയും കഥകളാണ് നമുക്ക് പറയാനുള്ളത്. ആദ്യം കുരുത്തോല വാങ്ങാനുള്ള തിക്കും തിരക്കും, പിന്നെ അച്ഛനോടൊപ്പം പ്രദക്ഷിണ വഴിയിൽ മുൻപന്തിയിൽ നടക്കാനുള്ള തിക്കും തിരക്കും, അവസാനം ഏറ്റവും ആദ്യം പള്ളിയകത്ത് കയറാനും ഏറ്റവും മുൻപിൽ ഇരിപ്പിടം പിടിക്കാനുമുള്ള തിക്കും തിരക്കും. അതിൽ എന്നെ ഏറ്റവും അധികം അത്ഭുതപ്പെടുത്തിയിട്ടുള്ളത് ഓശാനമുട്ടാണ്. എത്ര വലിയ വാതിലായാൽ പോലും അച്ഛൻ ഓശാന മുട്ടിക്കഴിയുമ്പോൾ താനെ വാതിൽ തുറക്കുന്നത് അത്ഭുതത്തോടെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. വിശുദ്ധ കുർബാന ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെയും തിരക്ക് തന്നെ. വാങ്ങിയ കുരുത്തോലകളെല്ലാം കുരിശുകളാക്കി മാറ്റാനുള്ള തിക്കും തിരക്കും. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓശാനയ്ക്ക് ശേഷം ദുഃഖവെള്ളിയും കുരിശുമാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണല്ലോ ഓശാന എന്ന വാക്കിന്റെ അർത്ഥം. ഓശാന തിരുനാളിന്റെ തലേനാൾ കൂടുതൽ സുന്ദരമാണ്. ഓശാന ശനി, കൊഴുക്കൊട്ട തിരുനാൾ എന്നൊക്കെ നമ്മൾ അതിനെ വിളിക്കാറുണ്ട്. കാലത്ത് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കും. അന്നേ ദിവസം എല്ലാവരും തന്നെ ദേവാലയത്തിൽ പോകണം, വിശുദ്ധ ബലിയിൽ സംബന്ധിക്കണം. പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഉടൻ വീടും പരിസരവും വൃത്തിയാക്കലാണ്. വീട്ടിലുള്ള വസ്ത്രങ്ങളെല്ലാം എടുത്ത് അലക്കി ഉണങ്ങാനിടും. പിന്നെ നീണ്ട ഒരു കുളി. കുളിക്ക് ശേഷം ഉണങ്ങിയ വസ്ത്രങ്ങളെടുത്ത് അണിയും. പിന്നെ വന്ന് നിരന്നിരിക്കും. ആദ്യം അമ്മ ചെറിയൊരു പിഞ്ഞാണിയിൽ ഒരു മാങ്ങാപ്പൂളും കുറച്ച് തേങ്ങ വിളയിച്ചതും തരും. അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. പ്രാർത്ഥനയോടെ കൊഴുക്കട്ട ഉണ്ടാക്കണം. സന്ധ്യാ നമസ്കാരം കഴിഞ്ഞാൽ അപ്പച്ചൻ മൂപ്പനുസരിച്ച് ഓരോരുത്തർക്കുമായി കൊഴുക്കട്ട എടുത്തു തരും. കുരിശ് വരച്ച് 2 കൈകളും നീട്ടി ഭക്തിപൂർവം വേണം നാം അത് വാങ്ങാൻ. ഈശോയുടെ സ്നേഹിതനായ ലാസറിന്റെ വീട്ടിൽ ഈശോ ചെന്നപ്പോൾ മർത്തായും മറിയവും ചേർന്ന് ഈശോയ്ക്ക് വേണ്ടി ഒരുക്കിയ വിരുന്നാണത്രേ ഈ തിരുനാൾ. ഇന്ന് തിക്കും തിരക്കും കൂട്ടാൻ വീട്ടിലും ദേവാലയത്തിലും കുഞ്ഞുങ്ങളില്ല. പീച്ചാമ്പൊടിയും കൊഴുക്കട്ടയും ഒക്കെ അപൂർവ പലഹാരങ്ങളല്ല ഇന്ന്. ഹോട്ടലുകളിൽ പോലും ഇവ വാങ്ങാൻ കിട്ടും. ഇന്ന് എല്ലാറ്റിലും ഒരു രസമില്ലായ്മയുണ്ട്, പുണ്യത്തിൻ്റെ രസമില്ലായ്മ. നമുക്കിപ്രാവശ്യം ആ പഴമയിലേക്കൊന്ന് തിരിച്ചു പോയാലോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നല്ല ഓർമ്മകൾ നമുക്ക് കൊടുക്കാമെന്നേ. ഹാപ്പി ഓശാന.